ഹായ് ഫ്രണ്ട്സ്, ജേക്കോബീസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഇന്ന് നമ്മൾ ആപ്പിൾ കൊണ്ടുള്ളൊരു വിഭവമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് ഗ്രീൻ ആപ്പിൾ അച്ചാർ. അതിന് വേണ്ടിയത് ഒരു 4-5 പച്ച കളറുള്ള ആപ്പിൾ എടുക്കുക. അത് വൃത്തിയായി കഴുകിയെടുത്ത ശേഷം ചെറിയ പീസായിട്ട് ഇതേപോലെ അരിഞ്ഞെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടിയത് ഒരു കഷ്ണം ഇഞ്ചി, അതേപോലെ വെളുത്തുള്ളി ഒരു 2 കഷ്ണം എടുക്കുക. അതും ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക. അങ്ങനെ വെളുത്തുള്ളിയും നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയും വേണ്ടിയത് കുറച്ച് കറിവേപ്പില. ഇനി ഈ അച്ചാർ ഉണ്ടാക്കുന്നതിന് നമുക്ക് വേണ്ടിയത് മുളക് പൊടി. ഞങ്ങൾ എടുത്തിരിക്കുന്നത് കാശ്മീരി മുളകാണ്. പിന്നെ നമുക്ക് വേണ്ടിയത് നല്ലെണ്ണ, കടുക്, ഉപ്പ്, മഞ്ഞൾ പൊടി, പിന്നെ വേണ്ടത് കുറച്ച് ഉലുവാപ്പൊടി. ഇത്രയുമാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. ഉള്ള ഒരു പാന് അടുപ്പത്തിലേക്ക് ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കണം. കടുക് പൊട്ടി കഴിയുമ്പം അതിലേക്ക് നമ്മൾ ഇഞ്ചി ഇട്ട് കൊടുക്കണം. ഇഞ്ചി മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. വെളുത്തുള്ളി മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. കറിവേപ്പില അങ്ങനെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും മൂത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് അല്പം ഉലുവാപ്പൊടിയാണ്. ഇതിലേക്ക് നമ്മൾ കാശ്മീരി മുളക് പൊടി ആണ് നമ്മളിവിടെ ചേർക്കുന്നത്. അതും ആവശ്യത്തിന് ചേർക്കുക. കായപ്പൊടി ചേർക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നമ്മളിതെല്ലാം കൂടെ മിക്സ് ചെയ്യുക. വീണ്ടും നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന ആപ്പിള് ഈ മിക്സിനകത്തേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് വേണ്ടത്. നമ്മൾ ഒരു 2 മിനിറ്റ് അടച്ച് വേവിക്കേണ്ടതായിട്ടുണ്ട്. ഇതാറിക്കഴിയുമ്പോൾ നമുക്ക് ആവശ്യമുള്ള വിനാഗിരി ചേർത്ത് കൊടുക്കും. തണുത്ത് കഴിഞ്ഞപ്പോൾ നമ്മളെ കുപ്പിയിലാക്കിയിരിക്കുകയാണ്. ഏകദേശം ഒരു കുപ്പി അച്ചാർ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് തുടർന്നും ഇങ്ങനെയുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുകയും വേണം. താങ്ക്